പ്രിയമുള്ളവരെ, നമ്മുടെ കേരളം ഇന്ന് അതിഭയാനകമായ മതവൽക്കരണ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. നമ്മുടെ കേരള ഗവർണർ ആർലേക്കർ ഒരു ഭാരതാംബ, അതും കാവി പുതച്ച ഒരു ഭാരതാംബയെ ഉപയോഗിച്ച് ഹൈന്ദവവൽക്കരണം നടത്താൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ, അതുപോലെ തന്നെ മറുവശത്ത് മുസ്ലിം സംഘടനകൾ മുസ്ലിം വൽക്കരണത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്. അതിന് പ്രധാനമായ കാരണം ഈ അടുത്തുണ്ടായ ഒരു ഹൈക്കോടതി വിധിയാണ്. സ്കൂൾ സമയം ഹൈക്കോടതി വിധി അനുസരിച്ച് അരമണിക്കൂർ, കാൽ മണിക്കൂർ കാലത്തും കാൽ മണിക്കൂർ വൈകിട്ടും എന്ന തരത്തിൽ ഒരമണിക്കൂർ കൂട്ടിച്ചേർത്തപ്പോഴേ മതസംഘടനകൾ, അതായത് അവർക്ക് മുസ്ലിം സംഘടനകളുടെ അവരുടെ മുസ്ലിങ്ങളുടെ മതപഠനമായ മദ്രസ പഠനം അരമണിക്കൂർ ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് പാടില്ല, അങ്ങനെ ഒരു മാറ്റം സ്കൂളുകളിൽ വരുത്താൻ പാടില്ലെന്ന് അന്ന് തന്നെ അവർ മുറുമുറുത്ത് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴവർ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അടുത്ത് വരുന്ന ഓഗസ്റ്റ് 5-ാം തീയതി കളക്ട്രേറ്റുകൾ ധർണ നടത്തുകയാണ്. അതിനുശേഷം അവർ സെക്രട്ടേറിയറ്റ് മാർച്ചും അതുപോലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ്. അവരുടെ ചോദ്യം, ഈ ഒരു തീരുമാനം ഞങ്ങളോട് ആലോചിക്കാതെ എങ്ങനെ നടപ്പാക്കും? അത് ജനാധിപത്യ മര്യാദയാണോ? പ്രധാനമായും ചോദിക്കുന്നത് മുസ്ലിം ജമാഅത്തെ വർഗീയ ഫാസിസ്റ്റുകളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ വർഗീയവാദികളല്ല, മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PMA സലാമും കുഞ്ഞാലിക്കുട്ടിയും ചോദിക്കുന്നു, ഞങ്ങളോട് ആലോചിക്കാതെ, മുസ്ലിം സംഘടനകളോട് ആലോചിക്കാതെ ഇത് നടപ്പാക്കുന്നത് എന്തൊരു ജനാധിപത്യ മര്യാദയാണെന്ന് ചോദിക്കുമ്പോൾ, ഈ കുഞ്ഞാലിക്കുട്ടിയോടും അതുപോലെ തന്നെ PMA സലാമിനോടും വെള്ളയും കൊടുത്ത് തലേക്കെട്ടും വെച്ചിരിക്കുന്ന മതപണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ഈ മൂടന്മാരോടും ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ജനാധിപത്യ മര്യാദയെന്ന് പറയാൻ, ജനാധിപത്യം എന്ന വാക്ക് തന്നെ ഉച്ചരിക്കാൻ എന്താണ് നിങ്ങളുടെ യോഗ്യത? നിങ്ങൾ ജനാധിപത്യപരമായി ജീവിക്കുന്നവരാണോ? നിങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമികളുടെ ഏതെങ്കിലും പൊതുയോഗങ്ങളിലോ അല്ല കുടുംബയോഗങ്ങളിലോ എവിടെയെങ്കിലും ഒരു സ്ത്രീയെ അവിടെ സംസാരിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ? നിങ്ങളോടൊപ്പം ഇരുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ പ്രസവിച്ച അമ്മമാരെയും സഹോദരിമാരെയും മക്കളെയും അടിമകളാക്കി ഭരിക്കുന്ന, പ്രത്യേകിച്ച് പറഞ്ഞാൽ ചേലാകർമ്മം നടത്തി. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ചേലാകർമ്മത്തിൻ്റെ ശാസ്ത്രീയത അറിയില്ലെങ്കിൽ ഞാനിപ്പോൾ അതിൻ്റെ ശാസ്ത്രീയത വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. സ്ത്രീകളുടെ ലൈംഗിക വികാരം ഇല്ലാതാക്കുന്നതാണ് ഈ ചേലാകർമ്മം എന്ന് പറയുന്ന നടപടി. ആ ചേലാകർമ്മം ജനിക്കുന്ന കുട്ടികളിൽ പോലും നടത്തി സ്ത്രീകളെ പൂർണ്ണമായി അടിമകളാക്കി അടുക്കളയിലെ പണിക്കാരാക്കി ഇരുത്തിക്കൊണ്ട് ഇവരൊക്കെ ഇറങ്ങി വന്നതെന്ന് പൊതുവേദിയിൽ മതേതരത്വവും അതുപോലെ ജനാധിപത്യ മര്യാദയും പ്രസംഗിക്കാൻ ഇവനൊക്കെ എന്താണ് അവകാശം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 1906 ഇന്ത്യയിൽ സ്ഥാപിതമായ മുസ്ലിം ലീഗ് എന്ന ഒരു ഈർക്കിലി പാർട്ടി ഒടുവിലെത്തിയത് എവിടെയാണ്? ഈ ഇന്ത്യയെ വെട്ടിമുറിച്ചവരാണവർ. 41 വർഷം ഇവിടെ ഒരു ഈർക്കിലി പാർട്ടി പ്രവർത്തിച്ചുകൊണ്ട് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ആ പാർട്ടി ഈ രാജ്യത്തെ രണ്ടായി വെട്ടിമുറിച്ചു. അന്ന് മുഹമ്മദ് അലി ജിന്നയോട് മഹാത്മാഗാന്ധിജി കേണപേക്ഷിച്ചു, നിങ്ങളെ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാം, എൻ്റെ രാജ്യത്ത് നിങ്ങൾ വെട്ടിമുറിക്കരുത്, എൻ്റെ ശരീരം വെട്ടിമുറിക്കുന്നതിന് തുല്യമാണത്, ചെയ്യരുതെന്ന് അപേക്ഷിച്ചിട്ട് ആ ദുഷ്ടനും പിശാചുമായ ആ പൈശാചികൻ നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിച്ച് രണ്ടാക്കിയതിൻ്റെ ദുരന്തം ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളിന്ന് ദുരന്ത ഭൂമിയിൽ ജീവിക്കുന്നു. അന്ന് 1947 ഇവിടെ നടന്ന കുടിയേറ്റത്തിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ, ഏറ്റവും ഭയാനകമായ, ദുരന്തപൂർണമായ കുടിയേറ്റത്തിൽ ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഇവിടെ മരിച്ചു വീണു. ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഭവനരഹിതരായി, ഭൂരഹിതരായി, പട്ടിണിയിലായി, ലക്ഷക്കണക്കിന് സ്ത്രീകളും മാനപ്പെട്ടു. അത്രയും ക്രൂരവും പൈശാചികവുമായ ദുഷ്ടപ്രവൃത്തി ചെയ്യാൻ കഴിവുള്ള, അങ്ങനെ ചെയ്യുന്ന ഈ പിശാചിക്കളാണ് ഈ മതവർഗീയ ഫാസിസ്റ്റുകൾ. അത്തരം ഫാസിസമാണ് ഇന്ന് കേരളത്തിൽ, അതായത് 48 സ്ഥാപിതമായ
കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയും മുസ്ലിം സംഘടനകളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഈ നിലയിൽ പോയാൽ ഇവർ ഈ കേരളത്തെ വെട്ടിമുറിക്കില്ലേ? ഇവർ കേരളത്തെ വെട്ടിമുറിക്കും. അതുതന്നെയാണ് ഇവരുടെ മദ്രസ പഠനം. ആ മദ്രസ പഠനം ഇവിടെ പൂർണ്ണമായി ഉപേക്ഷിച്ചേ പറ്റൂ. എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്? ഇവർ പറയുന്നത് ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു, ധാർമ്മിക ബോധം പഠിപ്പിക്കുന്നു എന്ന്. ഈ മദ്രസകൾ, ലോകമാകമുള്ള മദ്രസകളിൽ ഇവരുടെ കുട്ടികൾ ധാർമ്മികത പഠിച്ചതല്ലേ ഈ ലോകം മുഴുവൻ അവർ തീവ്രവാദികളെ കൊണ്ട് നിറച്ച് ഭീകരാക്രമണങ്ങൾ നിത്യേന നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ 2001 അനുഭവിച്ചു, അമേരിക്ക അനുഭവിച്ചു, വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തെറിഞ്ഞു. അതുപോലെ ഇന്ത്യൻ പാർലമെൻറ്റ്, ഈ അവസാനം പഹൽഗാം ദുരന്തം പോലെ ഇവിടെ ഈ ലോകം മുഴുവൻ ഭീകരാക്രമണം നടത്തുന്ന മദ്രസ പഠനം കേരളത്തിൽ ആവർത്തിക്കരുത്. കേരളത്തിൽ ഇവർ ഭീകര ആക്രമണം നടത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കേരളത്തെ വെട്ടിമുറിക്കുമെന്നുള്ളതിനും ഒരു സംശയമില്ല. SDPI എന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടി നിരോധിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഇതിനകം തന്നെ ചത്തൊടുങ്ങുമായിരുന്നു. നിങ്ങൾക്കറിയാം, തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവം. അദ്ദേഹത്തെ വെട്ടി നുറുക്കി, കൊത്തി നുറുക്കി, വലിച്ചെറിഞ്ഞ്, മരിച്ചെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു പോയ മനുഷ്യനാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഇവരെന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്ത വർഗീയ ഫാസിസ്റ്റുകൾക്ക് ഇവിടെ മദ്രസ പഠനം നടത്തി ഇവിടെ ഇനിയും വർഗീയ ഫാസിസ്റ്റുകളെ സൃഷ്ടിക്കരുത്. അതിൻ്റെ ഗുണം കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു കുഞ്ഞു ചെറുക്കനെ, 7 വയസ്സുള്ള കുഞ്ഞു ചെറുക്കനെ തോളിലെത്തി അവർ വിളിച്ചു പറയിപ്പിച്ചു, അരിയും മലരും കരുതി വെച്ചോടാ, വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ കാലന്മാർ. ഇങ്ങനെ ഈ കുട്ടികളെ വളർത്തിയെടുക്കുന്ന മദ്രസ പഠനം ഈ ജനാധിപത്യ കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല. സർക്കാർ ഇതിനെ പൂർണ്ണമായി നേരിട്ട് ശക്തമായി നിയന്ത്രിച്ചേ മതിയാവൂ. മദ്രസ പഠനം നിരോധിക്കുക തന്നെ വേണം. അതല്ലെങ്കിൽ ഇവരിവിടെ നാട് നശിപ്പിച്ച് കളയും. മദ്രസ പഠനത്തിൽ ഇവിടെ ജനാധിപത്യ കേരളത്തിൽ, മതേതര കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യനാവശ്യമായ സാമൂഹ്യ വിദ്യാഭ്യാസം, അതായത് മറ്റുള്ള അയൽക്കാരനെ സ്നേഹിക്കാനും മറ്റുള്ളവനും നമ്മളെപ്പോലെ തന്നെ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം ഇന്ന് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ വിദ്യാഭ്യാസത്തെ ഇല്ലാതാക്കി ഇവിടെ മതപഠനം, മദ്രസ പഠനം നടത്തി തീവ്രവാദികളെയാണ് സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കി ഗവൺമെൻറ് നിരോധിക്കണമെന്ന് മാത്രമാണ് ഇപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ചേലാകർമ്മം നിരോധിക്കണം. ചേലാകർമ്മം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക്, സ്ത്രീയായാലും പുരുഷനായാലും, അവരുടെ ലൈംഗിക വികാരം ഇല്ലാതാക്കാൻ ഇവിടെ ആർക്കെങ്കിലും അവകാശമുണ്ടോ? അങ്ങനെ നടത്തിയിട്ടുള്ള ആ ചേലാകർമ്മത്തിനെ അനുകൂലിച്ച അമ്മയ്ക്കുമെതിരെ കേസെടുത്ത് അവരെ ശിക്ഷിക്കേണ്ടതും ആവശ്യമാണ്, നിരോധിക്കേണ്ടതും ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ളതാണ് ബാങ്ക് വിളി. ആ ബാങ്ക് വിളി ഇന്നും ഇവിടെ അവർ മൈക്കിൻ്റെ മുന്നിൽ രാവും പകലും ഏത് സമയം അനുവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് സർക്കാരുകൾ നിരോധിക്കുന്നില്ല? സർക്കാരുകൾ ഇതിനെയൊക്കെ നിരോധിക്കാത്ത പക്ഷം അവരിവിടെ കൊലക്കളമാക്കി ചോരപ്പുഴ ഒഴുക്കിയേ അടങ്ങുകയുള്ളൂ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, അവരിവിടെ താലിബാൻ സൃഷ്ടിക്കുന്നത്. നമുക്ക് താലിബാൻ്റെ അവസ്ഥ അറിയാം, പാകിസ്ഥാൻ്റെ അവസ്ഥ അറിയാം, മുസ്ലിം തീവ്രവാദികളുടെ അവസ്ഥ അറിയാം. ഈ കേരളത്തെ കൊലച്ചോരയാക്കാതിരിക്കാൻ, കൊലച്ചോര ഒഴുക്കാതിരിക്കാൻ ഈ സംഘടനകളെ നിരോധിക്കുക തന്നെ വേണം. യാതൊരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഗവൺമെൻറ് കാണിക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ ഈ കേരളം ഇവർ വെട്ടിമുറിക്കും, അതിന് യാതൊരു സംശയമില്ല. സകലവിധ വർഗീയ ഫാസിസവും അടിച്ചമർത്തുന്നത് തന്നെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം. ഒന്നും നിങ്ങൾ ഓർക്കണം, ഇവിടെ ഈ ഇന്ന് നിലവിലിരിക്കുന്ന പിണറായി സർക്കാരിന് അത് കഴിഞ്ഞില്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു കോൺഗ്രസ് സർക്കാർ വന്നാൽ ഒരു കാലത്തും അത് സാധ്യമാവില്ല. കാരണം അവരാണ് ഇവരെ ഇവിടെ വളർത്തിയെടുത്തത്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ ആവർത്തിച്ച് പറയേണ്ടതില്ല, 1957 59 നടന്ന വിമോചന സമരത്തിന് ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെയാണ് ഇവിടെ ആ സമരം വിജയിപ്പിച്ച് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയെ അട്ടിമറിച്ചത്. അന്ന് ഈ സമരം നടത്തി ആ മന്ത്രിസഭയെ അട്ടിമറിക്കാതിരുന്നുവെങ്കിൽ ഇന്നിവിടെ ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന പരിശുദ്ധമായ, അതായത് ജനാധിപത്യപരമായ മതേതരമായ വിദ്യാഭ്യാസം ലഭിച്ച് നമ്മുടെ കുട്ടികളെല്ലാം ഉന്നത വിദ്യാഭ്യാസം നേടി മഹത്തായ പൗരന്മാരായി, ഇന്ത്യൻ പൗരന്മാരായി കേരളത്തെ
മതേതരമാക്കി കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷേ അത് നശിപ്പിച്ചുകൊണ്ട് സകല മതസംഘടനകൾക്കും ഇവിടെ സ്കൂളുകളും ആശുപത്രികളും വാരിക്കോരി നൽകുന്ന ഒരു സമ്പ്രദായം ഏർപ്പെടുത്തിയത് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ വളർന്ന് പന്തലിച്ച് സർക്കാരിന് മേളിൽ വളർന്ന് ഇന്ന് സകല മതസംഘടനകളും ഇവിടെ സ്കൂളുകളും ആശുപത്രികളും വ്യവസായം നടത്തി പണം കൊണ്ട് ഗവൺമെൻറ്റുകളെ വിലയ്ക്ക് വാങ്ങിക്കാനും നിയന്ത്രിക്കാനും കഴിവുള്ള വൻ ശക്തികളായി തീർന്നിരിക്കുകയാണ്. അവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ മതേതരത്വവും ജനാധിപത്യവും അപകടത്തിലാകും. അതുകൊണ്ട് തന്നെ ഇത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.